2025 നീറ്റിന് ചോദിച്ച ഒരു അടിപൊളി ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ. For the given reaction A giving 2B, the backward reaction rate constant is higher than the forward reaction rate constant by a factor of 2500 at 1000 Kelvin. നമുക്ക് തന്നിരിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് കെ ബി കെ എഫിനേക്കാൾ 2500 മടങ്ങ് കൂടുതലാണെന്നാണ്. സോ കെ ബി ബൈ കെ എഫ് ഈസ് ഗോയിങ് ടു ബി ഈക്വൽ ടു 2500. അപ്പോൾ കെ എഫ് ബൈ കെ ബി എന്ത് വരും? കെ എഫ് ബൈ കെ ബി എന്ന് പറഞ്ഞാൽ 1/2500 എന്ന് വരും. നമുക്കറിയാം കെ എഫ് ബൈ കെ ബി ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് കെ പി ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ കെ പി എങ്ങനെ കണ്ടുപിടിക്കുക? കെ പി എന്ന് പറയുന്നത് കെ സി ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ ജി ആണ്. കെ സിയുടെ വാല്യൂ എത്രയാ? കെ സി വാല്യൂ നമുക്കിപ്പോൾ അറിയാം 1/2500. ആറിൻ്റെ വാല്യൂ 0.0831 എടുക്കാൻ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ 1000 Kelvin. പവർ ഡെൽറ്റ എൻ ജി വേണ്ടേ? ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഓൺ ദ പ്രൊഡക്റ്റ് സൈഡ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഓൺ ദ റിയാക്ടൻ സൈഡ്. ദാറ്റ് വിൽ ബി 2 - 1. സോ 1. 2 - 1ൻ്റെ വാല്യൂ 1 ആണ്. നോക്കുക, 0.0831 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 83.1 ഡിവൈഡഡ് ബൈ 2500 എന്ന് വരും. 83.1 ഡിവൈഡ് ബൈ 25 ആയിരുന്നെങ്കിൽ 83ൽ എത്ര? 25 പോവും, 3 തവണ പോവും. സോ നമ്മുടെ വാല്യൂ 3 എന്ന് വരും. ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ ദ വാല്യൂ വിൽ ബി 0.03 സംതിങ്. അപ്പോൾ 0.03ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് വിൽ ബി ഓപ്ഷൻ 3 ഹിയർ. ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആൻസർ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം.